ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി ചിക്കൻ ഫില്ലറ്റ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ ഫില്ലറ്റ് ബർഗർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് പാലാണ്. സാദാ പശുവിൻ പാലാണത്, ചൂടാക്കിയതൊന്നുമല്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുഭാഗം സ്ലൈസ് ചെയ്തിട്ട് കനം കുറച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് 4 ബർഗർ കിട്ടും. അപ്പോൾ ഒരു ഫുള്ള് കോഴിയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അതിൻ്റെ ബ്രസ്റ്റ് പീസ് രണ്ടും മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ലറ്റ് എല്ലാം ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് അരമണിക്കൂർ അതിലൊന്ന് സോക്ക് ചെയ്ത് കിട്ടണം. നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് 1 കപ്പ് പ്ലെയിൻ ഫ്ലവർ ആണ്, അതായത് മൈദപ്പൊടി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്, ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. പിന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ഇത്. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് പെപ്പർ പൗഡറാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ജിഞ്ചർ പൗഡർ. ഇത് നമ്മുടെ നാട്ടിൽ ചുക്ക് മേടിക്കാൻ കിട്ടും, ഫ്രഷ് ചുക്ക്. അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചാൽ ജിഞ്ചർ പൗഡറായി. അതില്ലെങ്കിൽ നമ്മുടെ സാദാ പച്ച ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. നല്ല ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടിപൊളി ബർഗർ ഉണ്ടാക്കണം. ആദ്യം നന്നായിട്ട് തന്നെ ഈ പൊടി കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി തന്നെ അതിൽ കോട്ട് ചെയ്യണം. ചിക്കൻ്റെ ബ്രസ്റ്റിലെല്ലാം നല്ലതുപോലെ ഈ പൊടി പിടിച്ച് കിട്ടണം. നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല പ്രസ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു ലെവലിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചിക്കൻ്റെ ഫില്ലറ്റും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ബർഗറാണ്. ഇതിൽ ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും കിട്ടാത്തത് കൊണ്ട് വീട്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അടിപൊളി ബർഗറാണ്. അപ്പോൾ എല്ലാ ഫില്ലറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓയിലിലേക്ക് നമ്മൾ ഓരോ ചിക്കൻ്റെ ഫില്ലറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പോൾ അത് റെഡിയാക്കാം. അപ്പോൾ ഒരു ഭാഗം കുക്കായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാദാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് സ്പൈസി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഒരു ഭാഗം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ
നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബർഗറെല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ഉള്ളിൽ സൂപ്പറാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് ഇത്. പിന്നെ ഞാനിവിടെ പാക്കറ്റ് ബണ്ണാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കടകളിലൊക്കെ ഇതുപോലെ ബർഗറിൻ്റെ ബണ്ണ് മേടിക്കാൻ കിട്ടും. ഇനി ഇതില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ ബ്രെഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. ഞാനിതിൽ കൂടുതലായിട്ടുള്ള സാലഡോ അല്ലെങ്കിൽ സോസുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സിമ്പിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ബർഗറിൻ്റെ മേലേക്ക് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ച് കൊടുക്കണം. പിന്നെ സാദാ പ്ലെയിൻ മയണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വലിയൊരു തക്കാളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒനിയന്, കുക്കുംബർ, അതുപോലെ ലേറ്റസ് കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ എല്ലാതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.